വിമർശന, സ്വയം വിമർശന, അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൻ്റെ ജീവവായുവാണ്. ആശയത്തെ ആശയം കൊണ്ട് നേരിടുന്നതിന് പകരം ആയുധം കൊണ്ട് നേരിടേണ്ടി വരുമ്പോൾ ഓർക്കുക, ജനാധിപത്യ സംവിധാനത്തിന്, ജനകീയ സംസ്കാരത്തിന് രോഗം ബാധിച്ചിരിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ ഒരു ജനത ചുമ്മാ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോരുത്തരും അസഹിഷ്ണുതയെ വളമിട്ട് നട്ടുവളർത്തുമ്പോൾ ഫാസിസം അതിൻ്റെ വിജയപതാകയാണ് പാറിപ്പറപ്പിക്കുന്നത്. ഓരോ മനുഷ്യനും യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്ന അറിവിലേക്കുള്ള പാത വിമർശനത്തിൻ്റേതും സ്വയം വിമർശനത്തിൻ്റേതുമാണ്. അത് വർഗസമരത്തിൻ്റെ പാത കൂടിയാണ്. കലാസാംസ്കാരിക സൈദ്ധാന്തിക മണ്ഡലത്തിലെ വർഗസമരത്തിൻ്റെ ഏകതാനമല്ലാത്ത പാതയുടെ പ്രാധാന്യം ആരും കുറച്ചു കാണരുത്. ഞാൻ നയനൻ, ഒരു ഓട്ടോ ഡ്രൈവറാണ്, ഒരു അനാഥൻ. എൻ്റെ കൂട്ടുകാർ പണിയെടുക്കുന്ന നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ മുകളിൽ നിന്നും നഗരം ചന്ത എനിക്ക് വ്യക്തമായി കാണാം. മനുഷ്യരുടെ മത്സരം, മീൻ, ഇറച്ചി, പച്ചക്കറി മാർക്കറ്റ്, ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ്, ചേരി, എല്ലാം എന്നിലെ ഒരു അനാഥൻ്റെ ഉള്ളിലെ പരാതികളും വിമർശനങ്ങളും. സ്വയം ഉള്ളിലുതക്കാൻ, അടങ്ങിയൊതുങ്ങി ജീവിക്കാൻ, നിശബ്ദമായി സഹിച്ചു കഴിയാൻ എന്നെ നിർബന്ധിക്കുന്നു. എന്നും പത്രങ്ങളിൽ, ടിവിയിൽ കാണുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ, മനുഷ്യരുടെ മുഖത്ത് കാണുന്ന നിരാശ, നിസ്സഹായത, ഇതെല്ലാം ഒരു ദിവസം പൊട്ടിത്തെറിക്കും. എനിക്കും പൊട്ടിത്തെറിക്കണം. അറിയില്ല എങ്ങനെ, എവിടെ, എപ്പോൾ, എന്തിന്, ആർക്കു വേണ്ടി. അവസാനം പറഞ്ഞ ചോദ്യത്തിനാണ് ഉത്തരം തേടേണ്ടത്. ആർക്കു വേണ്ടി? ചീഞ്ഞളിഞ്ഞ നഗരഗന്ധങ്ങൾ ശ്വസിച്ചു കഴിയുന്ന ഈ പാവം മനുഷ്യർക്കു വേണ്ടി, കപടമാന്യതയുടെ വിഴുപ്പ് ചുമക്കുന്നവർക്കെതിരെ, പകൽ മാന്യന്മാർക്കെതിരെ, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക നഗരിയിൽ ഞാൻ നേരിൽ കാണുന്ന, അനുഭവിക്കുന്ന അനീതികൾക്കെതിരെ, അഴിമതികൾക്കെതിരെ എനിക്ക് ശബ്ദമുയർത്തണം. എൻ്റേതായ രീതിയിൽ. അതിനു ഞാൻ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യവും കാരണവും അറിയേണ്ടതുണ്ട്. അറിയാത്തത് പഠിക്കേണ്ടതുണ്ട്. ഒഴിഞ്ഞ കാലത്തിൻ ഇലകൾ കൂട്ടി ഞാൻ അടുപ്പെരിക്കുമ്പോൾ തകർന്ന തൊണ്ടയാൽ പകർന്നു നീ തന്ന കടും തുടിപ്പാട്ടും തിളച്ചു പൊങ്ങുന്നു. കരുണ തേടിയ കലഹമേ നിന്റെ കരങ്ങളിൽ വീണു. ഇരുമ്പു ചങ്ങല മുറിവുകൾ നീറി ഇരുൾ കനക്കുമ്പോൾ നഖങ്ങളോരോന്നായി പിഴുതെറിഞ്ഞവർ. പൊരുതാനായില്ല പൊരുളറിഞ്ഞിട്ടും കുതറാനാകുമോ ഇനിയൊരിക്കലും. നിറങ്ങളങ്ങനെ മറഞ്ഞു പോകുന്നു, പുഴുക്കളാകാശം തുളച്ചു തുള്ളുന്നു. എൻ്റെ സുഹൃത്തുക്കൾ ഇന്ന് നഗരത്തിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ട്. വിഷയം 100 പൂക്കൾ 100 ചിന്തകൾ. വെറും ബുദ്ധിജീവി ചർച്ചയെന്ന് ഞാൻ പരിഹസിച്ചു. ഈ നഗരത്തിലെ കുറേ എഴുത്തുകാരും സാംസ്കാരിക നായകന്മാരും പത്രപ്രവർത്തകരും നാടകപ്രവർത്തകരും പങ്കെടുക്കും. വല്ല കാര്യമുണ്ടോ? അവർ ചർച്ച ചെയ്യും. ഇവിടെ ഈ തുറന്ന ചന്തയിൽ മനുഷ്യർ തമ്മിൽ പലതും കൊടുത്തും വാങ്ങും. അത് ജീവിതം. നിലനിൽപ്പിനായുള്ള സമരം. ഇവിടെ സിദ്ധാന്തങ്ങളില്ല, ആഹാരത്തിനായുള്ള അധ്വാനം മാത്രം.
പരസ്പരം മത്സരിക്കുന്ന ഈ മനുഷ്യർ തമ്മിൽ ശത്രുതയില്ല. അവർ പരസ്പരം ആയുധമെടുത്ത് പോരാടുന്നില്ല. അവർ തൊട്ടുരുമി കച്ചവടം ചെയ്യുമ്പോഴും ചേർച്ചയുണ്ട്. ഈ സാംസ്കാരിക നായകന്മാർ ഒന്നും മിണ്ടിയാൽ പ്രശ്നം, തുമ്മിയാലും പ്രശ്നം. ഒരെഴുത്തുകാരനെ മറ്റൊരെഴുത്തുകാരൻ വിമർശിച്ചാൽ പ്രശ്നം. ഒപ്പുശേഖരണായി, ഒറ്റപ്പെടുത്തലായി. ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വേരുകൾ ഈ ചന്തയിൽ ആഴത്തിൽ ഓടിയിരിക്കുന്നുവെന്ന സത്യം ആര് കാണാൻ? ഇപ്പൊ ഇവിടെ കോർപ്പറേഷൻ ഇതിന്റെ ടൈലും ഈ സാധനങ്ങളൊക്കെ ഇട്ട് പൈപ്പും കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കൂടാതെ ഇനിയിപ്പോ ഇവിടെ നമ്മളിപ്പോ ഈ വിൽപ്പന ഇത് നല്ല രീതിയിൽ ഇതിനെ കുറച്ചും കൂടി ഇതിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് അതിന്റെ ഒരു ഐഡിയ എങ്ങനെയാന്ന് വരുന്നില്ല. ഏകത്വം എന്നൊക്കെയുള്ള ചിന്തകൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ മനുഷ്യൻ്റെ ഇപ്പോൾ സസ്യങ്ങളിൽ തന്നെ സസ്യങ്ങളെ വളർത്തി കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു നിശ്ചിത ഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ആ ചെടികളെയൊക്കെ ആക്കി തീർക്കുന്ന ഒരു സംവിധാനം. ചേട്ടാ, എൻ്റെ പേരെന്താ? എൻ്റെ പേര് അഭിമലേക്ക്. അഭിമലേക്ക്. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? ചെയ്യാറത്. നമ്മളിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി 32 കൊല്ലമായി വർക്ക് ചെയ്യുന്നത്. 32 വർഷം. അപ്പോൾ ആദ്യകാലത്ത് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ യൂണിയൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നു? അപ്പോൾ യൂണിയൻ ഉണ്ടായിരുന്നു. എത്ര വർഷത്തിന് ശേഷം ഇവിടെ യൂണിയൻ 28 വർഷം. 28 വർഷം. അതിപ്പോൾ എല്ലാ പാർട്ടിക്കാരുടെയും എല്ലാ പാർട്ടി ഇവിടെ കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. അതിന് ഇവിടെ നമുക്ക് ഓരോരോ കാർഡ് ഉണ്ടായിരിക്കില്ല, ഓരോ കാർഡ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ തൃശ്ശൂരുള്ള മാർക്കറ്റിനെ കുറിച്ചിട്ട് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ, നമ്മൾ തൊഴിലാളികൾക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ? സൗകര്യങ്ങൾ ഇപ്പോൾ വളരെ കുറവാണ്. ഇവിടെ ഇപ്പോൾ കുടിവെള്ളത്തിന് തന്നെ ആകെ കൂടിയൊരു പൈപ്പ് വെള്ളം. കുടിവെള്ളത്തിന് പിന്നെ ഇവിടുത്തെ ഈ മീൻ കേട് വന്നത് കൊണ്ടുപോകാനും മറ്റെല്ലാ കാര്യങ്ങൾക്കൊന്നും സൗകര്യമില്ല. അതെന്താ ചെയ്യണത്? അതിനെ കോർപ്പറേഷൻ്റെ അതിനുള്ള നടപടി സ്വീകരിക്കുന്നില്ല. അവിടെ വേസ്റ്റ്, ആ ഭാഗത്ത് വേസ്റ്റ് കിടക്കുന്നുണ്ട്. അവിടെ വേസ്റ്റുകളൊക്കെ അതൊന്നും നശിപ്പിക്കാനുള്ള സൗകര്യം അവർ നോക്കുന്നില്ല. അവിടെ കൊണ്ടുവന്ന് വേസ്റ്റുകൾ കൊണ്ടു തള്ള, എല്ലാവരും കൊണ്ടുവന്ന് തള്ള. നുറുക്കുകാർ ഇവിടെ മീൻ നുറുക്കുന്ന ആൾക്കാരുണ്ട്, അവരെ വേസ്റ്റ്. പിന്നെ ഇവിടുന്ന് വരുന്ന മറ്റേ ധർമ്മങ്ങളുടെ പെട്ടി, ഈ പെട്ടിയൊക്കെ ഇവിടുന്ന് അവിടെ തള്ളണു. അപ്പോൾ അവിടെ കണ്ടമാനം വന്നിട്ട് അവിടെ പുഴുക്കളും സാധനങ്ങളൊക്കെ വന്നിട്ട് അറിയണം, ആകെ വന്നെന്ന് അറിയണം. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ മീൻ മേടിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമാണ്. രണ്ട് വ്യക്തികൾ സംസാരിക്കുമ്പോൾ അവരെവിടെ നിന്ന് വരുന്നു, എന്തിനു വേണ്ടി വരുന്നു, അതിലായ ഒരുപാട് കൺസ്ട്രൈൻസ് ഉണ്ട്. ഇതുകൂടാതെ അത്ര എളുപ്പത്തിനല്ലാത്ത സൈക്കോളജിക്കലായ കൺസ്ട്രൈൻസ് ഉണ്ട്. ഇതൊക്കെ ഒഴിഞ്ഞു പോകുന്ന സന്ദർഭങ്ങളിൽ നിശബ്ദം. ഞാൻ ആരുടെ ശബ്ദമെന്നറിയാതെ ശബ്ദങ്ങളുടെ അറവുശാലയിലേക്ക് ശബ്ദങ്ങളെ ചവച്ചു തിന്നുന്ന ശബ്ദമുഖമായി തെരുവിലിറങ്ങി. നാവിൽ നിന്നും കാതിൽ നിന്നും ഛേദിച്ചൊരവയവം കണക്ക്. സ്നേഹിതനും ഒറ്റുകാരനും വിശ്വാസിയും അവിശ്വാസിയും ശബ്ദത്തിന്റെ പകർന്നാട്ടം. ശബ്ദങ്ങളുടെ രാക്ഷസ തിരകളിൽ ചുഴറ്റിയെറിയപ്പെട്ട കവലകൾ കടന്ന് ശബ്ദച്ചുഴിയിൽ പലവട്ടം വീണ് ശബ്ദദംശനമേറ്റ് നീലിച്ച് ഇതാ എനിക്ക് മുമ്പിലൊരു കാലം. ശബ്ദങ്ങളുടെ വെടിയേറ്റു മരിച്ച കവികളുടെ അനാഥ ശവങ്ങൾ കണക്ക്. ശബ്ദങ്ങൾക്കിപ്പോൾ പല പണികൾ. കൂട്ടിക്കൊടുപ്പുകളിലാണ് രസം. ശബ്ദങ്ങൾക്കിപ്പോൾ സംഗീതമാകേണ്ട മിനുങ്ങുന്ന തൊലിമതി. ഇരുണ്ട ചുവടുകൾ, പൊള്ളച്ച തൊണ്ട മാത്രം. ഉച്ചഭാഷിണികളുടെ വന്യമായ വിശപ്പിന് തീറ്റ കൊടുക്കുന്ന ശബ്ദ കശാപ്പുകൾ. ശബ്ദിച്ചില്ലെങ്കിൽ ഈശ്വര എന്നെ അവർ പലവട്ടം കൊല്ലും. നിശബ്ദനായിരിക്കാൻ നിനക്കെന്ത് അവകാശം? ശബ്ദിച്ചില്ലെങ്കിൽ ഈശ്വര എന്നെ അവർ പലവട്ടം കൊല്ലും. നിശബ്ദനായിരിക്കാൻ നിനക്കെന്ത് അവകാശം? ചോദിക്കുന്നു തെരുവ് തോറും, പത്രം തോറും, പ്ലാറ്റ്ഫോമുകളിൽ. ന്യൂസ് അവർ തീരും മുമ്പ് പറയണം, ചേരണം, എതിർക്കണം, ഏതെങ്കിലും ചെയ്തി. പന്തം കൊളുത്തി കോലം കത്തിച്ച് തൊണ്ടകളുടെ കത്തിയേറുകൾ. ഭരണപക്ഷം, എതിർപക്ഷം, പെൺപക്ഷം, ദളിത്
തെലുങ്ക് ബ്രാഹ്മണപക്ഷങ്ങൾ. ഞാൻ ശരി, നീ തെറ്റ്, അമ്മ ശരി, മകൾ തെറ്റ്, അതിനിടയിൽ ഒന്നുമില്ല. എഴുത്തുകാര ഒപ്പുവയ്ക്ക്. ഇവിടെ ഈ പ്രസ്താവനയ്ക്ക് കീഴെ മലയാളം അഭിമാനം പാറശാലയിൽ നിന്നും ശബ്ദജാഥ വരുന്നു. അണിചേർന്നിരിക്കണം. ഒച്ചകളുടെ ഇരമ്പൽ, ബധിരനായ ദൈവത്തെ കേൾപ്പിക്കാൻ അലറുന്ന ധ്യാനങ്ങൾ. ബുദ്ധ, എന്തിനാണ് നിന്റെ കാത് നീണ്ടു നീണ്ടു വളരുന്നത്? രണ്ട് കരണത്തും അടിയേറ്റിട്ടും കരയാത്തവനോട്, മിണ്ടാത്തവനോട് അണ്ണാക്കിൽ അമർത്തി പറയിക്കുന്നത്. കേൾക്ക്, കേൾക്ക്. തെരുവിന്റെ നിലവിളികൾ ആർപ്പുകളായി, വിരുന്നുമേശകളിലേക്ക് വാക്കുകൾ കത്തികളായി. ചോരയിൽ കളിക്കുന്നത് കേൾക്ക്, കേൾക്ക്. ഒച്ചയുടെ ഭാവയിൽ ഇങ്ങനെയാണ് ഇടിഞ്ഞു വീണത്. ഈശ്വര, ശബ്ദങ്ങളെ ഉരിഞ്ഞു മാറ്റി ബധിരനാവുക എത്ര പ്രയാസം. വാക്കിനെ കീറിയാൽ കിട്ടും എല്ലാ പിളർപ്പുകളുടെയും വിസർജ്യം. വാക്കിനെ കീറിയാൽ കിട്ടും എല്ലാ പിളർപ്പുകളുടെയും വിസർജ്യം. തോമസ് ഏട്ടാ, ഇപ്പൊ നമ്മളിവിടെ വന്നിരിക്കണതേ നമ്മുടെ ഈ മാർക്കറ്റില് വേണ്ടത്ര സൗകര്യം ഇല്ല എന്നുള്ള പൊതുജന അഭിപ്രായത്തോട് കൂടിയിട്ട് ആണ് നമുക്ക് അറിവ് കിട്ടി. അതിനോടനുബന്ധിച്ച് നമ്മളൊരു ഡോക്യുമെന്ററി ജനങ്ങളിലേക്കും അധികാര കേന്ദ്രങ്ങളിലേക്കും ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഈ എന്താ പറയാ അഴുകിക്കെടുക്കുന്ന ഈ അവസ്ഥയുണ്ടല്ലോ, അതിനൊക്കെ നമുക്ക് എങ്ങനെ വിപുലീകരിച്ചിട്ട് എടുക്കണം എന്നുള്ളതൊന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം. ഇവിടെ ശരിക്കും മെയിനായിട്ട് വേണ്ടത് കാരണങ്ങൾ കറക്റ്റ് ആവണം. ഒഴിഞ്ഞു പോകുന്ന ഈ കച്ചവടമുണ്ടല്ലോ, അത് അടിച്ചു പോകാനുള്ളത് കാണാം. വെള്ളമൊഴുക്ക് വളരെ കുറവാണ്. ഇവിടെ മാത്രമേ വെള്ളം പോകാറുള്ളൂ. ഈ സാധനങ്ങളൊക്കെ കെട്ടിയെടുക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഈ വേസ്റ്റുകൾ കൊണ്ടുവരാണ്ടല്ലോ, അതിന് പ്രോപ്പറായിട്ട് സ്ഥലം ഇവിടെ ഇല്ല. അതിന് സ്ഥലം ഒന്ന് ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ മറ്റുള്ള ആവശ്യങ്ങൾ 1-നും 2-നും പോകാനുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഇവിടെ വരുന്നില്ല. അതിന് പോലും സൗകര്യം വളരെ കുറവാണ്. ഉണ്ടെങ്കിലും അത് പരിമിതിയാണ്. കാര്യങ്ങളൊക്കെ പിന്നെ ഇത് നമ്മൾ വേണ്ട ഒരു ബിൽഡിംഗ് ഒക്കെ കെട്ടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിക്കും തിരക്കിൽ നിന്നൊക്കെ ജനങ്ങള് എന്താ പറയാ വളരെ ശാന്തതയോട് കൂടിയിട്ട് മാർക്കറ്റിൽ ഒരു പരിധി വരെ തിക്കും തിരക്കും വേണം. അല്ലെങ്കിൽ ഈ കച്ചവടത്തിന് കൊഴുപ്പ് കിട്ടുള്ളൂ, പച്ചല് വരാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ സൗകര്യങ്ങൾ കുറച്ചുകൂടി കൂട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടി സൗകര്യമായിരിക്കും. അതായത് പുറത്തുനിന്ന് വരുന്നവർക്കും വന്ന് പോകാനുള്ള ഒരു സംവിധാനം കറക്റ്റാവണം. അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഇവിടെ കിട്ടാങ്ങുണ്ടല്ലോ, അത് ഒരുവിധം ജീർണിച്ച ഒരു അവസ്ഥയാണ്. അതിനെ ഒന്നും കൂടി ഒന്ന് ബലപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. നമ്മുടെ ഈ മാർക്കറ്റിൽ എത്ര വർഷമായിട്ട് ചേട്ടൻ ജോലി സംബന്ധമായിട്ട് എത്തിയിട്ടുണ്ട്? നമ്മളെ ഫാദറായിട്ടുള്ള ബിസിനസ്സാണ് നമ്മുടെ ശരിക്കും ഒരു 100 വർഷം പഴക്കമുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഇട്ടില്ലൊന്നും ശരിയല്ലത്. ഇത് നമ്മുടെ ഇങ്ങനെ ഗ്രൗണ്ടിലെടുത്തൊരു പുഴുകളൊക്കെ ചാലും കാര്യങ്ങളാണ്. ഇലികൾ ചത്തയിടുന്ന കഴിയുമ്പോൾ പുഴു വെക്കുക. ഇവിടെ ഡെയിലി വന്നിട്ട് വൃത്തിയാക്കണം. കോർപ്പറേഷൻ വന്നിട്ട് വല്ല വെള്ളം അടിച്ചാൽ വൃത്തിയാക്കണ്ടേ? അതൊക്കെ പദ്ധതികളില്ല. ഈ കിടക്കണ ഈ മീനിന്റെ ചെതമ്പലായാലും അതിന്റെ കുടലൊക്കെ ഇടുന്ന കഴിയുമ്പോൾ പുഴു വെക്കും. ആ പുഴു ലാസ്റ്റ് ഈ മീനിന്റെ നല്ല ഫ്രഷ് മീനിന്റെ ചേള വിളിക്കാണ്. ഈ കോർപ്പറേഷന്റെ അനാസ്ഥണത്. അപ്പൊ ശരിക്കും പറയാൻ കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊരു മാറ്റം ലഭിക്കണമെങ്കിൽ ഈ മറ്റേ തട്ടായിട്ട് അടിച്ചിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് മീൻ ഇട്ടതിന് ശേഷം കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കണം അല്ലേ? സ്റ്റാളുകൾ കുഴപ്പമില്ല, ആളുകൾ ഡെയിലി കഴുകലും വൃത്തിയാക്കലൊക്കെ ഉണ്ട്. ഇപ്പൊ കമ്പിയിൽ വെറുതെ സ്ഥലം വേസ്റ്റ് ഒന്നിച്ചില്ല ഏക്കർ 10 അവിടെ പോയി നോക്കി അവിടെ വേസ്റ്റ് ഇട്ടിട്ട് ആകെ കളിയോടെ. അപ്പൊ വൈകാതെ ശക്തൻ മാർക്കറ്റ് ഒരു ലാലൂരാക്കാനുള്ള ഉദ്ദേശം കോർപ്പറേഷൻ നടത്തുന്നുണ്ടെന്നുള്ളതാണ് ഇതിന് തെളിവ്. സ്ത്രീകൾ കൂടെ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്?
സ്ത്രീകള് മാർക്കറ്റിനെ സംബന്ധിച്ച് സ്ത്രീകൾ ആരും ഇല്ല. പിന്നെ കച്ചവടക്കാരാണ് വരുന്നത്. അവര് 10-25 സ്ത്രീകളുണ്ട് കച്ചവടത്തിന് വരുന്നത്. അവർക്ക് പ്രത്യേക അങ്ങനെയൊന്നുമില്ല. അവര് പല സൈഡിലും ഇരിക്കുക. അവർക്ക് ബാത്റൂമൊക്കെ മൊത്തം അവിടെ ഉണ്ട്. ആറിനുണ്ട് ബാത്റൂം. പിന്നെ സ്ത്രീകളെ പുറത്ത് വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. അവർക്ക് ബാത്റൂമിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. മമ്മേ എന്താ വില ഇപ്പോ? എന്താ വില എന്താ വരുന്ന നമ്മുടെ ചെമ്മീന്? ആ 1.90. ഇപ്പൊ വില കൂടുതലാണോ അതോ വില കുറവാണോ? ഇത്തിരി കുറവുണ്ട്. കൂടുതലായിരുന്നു. എല്ലാ മീൻ അങ്ങനെ തന്നെയാണോ ഇപ്പൊ വരുന്ന? അല്ല അമ്മ സ്ഥിരമായിട്ട് വരുന്നതല്ലേ? അതെ അമ്മാമ്മ എത്ര നാളായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഈ മീൻ സംഭവം വീടുകളിൽ പോയിട്ട് നടന്നു വർഷം കുറച്ചായിട്ടുണ്ട്. 40 വർഷമായിട്ട്. എൻ്റെ പേര് ബഷീർ. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? ഞാൻ കുറുക്കഞ്ചേരിയിൽ. അപ്പം നമ്മുടെ ഈ സെക്ഷനിലുള്ള ഈ നമ്മുടെ മാർക്കറ്റ്, വളരെ പ്രധാനപ്പെട്ട മാർക്കറ്റിൽ എങ്ങനെയാണ് ബന്ധം കൂടുതൽ സ്റ്റാർട്ടിങ് ഉണ്ടായത്? അത് ജോലി സംബന്ധമായിട്ടാണോ അതോ മാർക്കറ്റിൽ മത്സ്യം വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടുവന്നതിലാണോ? ഇവിടെ കച്ചവടക്കാരനാണല്ലേ? ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ നമ്മുടെ ലാലൂരിലുള്ള വിഷയത്തെ പോലെ നമ്മുടെ ശക്തൻ മാർക്കറ്റിനെ കുറിച്ചിട്ട് വളരെയധികം ഇവിടുത്തെ മാലിന്യങ്ങൾക്ക് ഇവിടെ ഒരു പറഞ്ഞിട്ടുണ്ട്. അതിലേക്കുള്ള ബാറ്റുകൾ കൊടുക്കുന്നുണ്ട്. എന്നാലും ഇവിടെ ചെയ്യാനും കുറവാണ്. കാനകൾ ഇവിടുത്തെ ശരിക്കും കാനയുടെ ആവശ്യമില്ല. കാന മൂടി ശരിക്കും ലാപ്പിട്ട് ആ വെള്ളത്തെ ശരിക്കും ചെയ്യാം. പിന്നെ ഈ കെട്ടി നിൽക്കുന്ന വെള്ളങ്ങളിലും ഇവിടുത്തെ പൈപ്പിൽ നിന്നുള്ള വെള്ളം തന്നെ ഒരു ഇതില്ലാത്ത ഒരു പൈപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ക്ലീനിങ് കുറവാണ് ഇവിടുത്തെ കണ്ടറിയാം. ഈ മഴയായ കാരണം കൂടുതൽ ദുർഗന്ധങ്ങളൊക്കെ. ബീച്ചിൽ നിന്നുള്ള വെള്ളം ഇതിലുള്ള വെള്ളം എടുത്തിട്ടാണ് ഇവിടെ ചായകൾ ഉണ്ടാക്കുന്നത്. മറ്റൊരു ഞങ്ങൾ കുടിക്കാൻ വരെ ഉപയോഗിക്കുന്നത്. 2 കൊല്ലം മുന്നേ അന്ന് അടിച്ചു പോകേണ്ടതാ, രക്ഷപ്പെട്ടതാ. ഒരു എലിപ്പനിയിൽ നിന്ന് പുനർജന്മം അല്ലേ? എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ മരിക്കാൻ പോലും തയ്യാറാണ് എന്ന് മറ്റൊരു ഭാഗം അഴിക്കോടിന്റെ ആത്മകഥ. അതുമായി ബന്ധപ്പെട്ട് ബാലൻ വടക്കേടത്തെ അഭിപ്രായം പറയാം. അത് ചവറ്റുകൊണ്ടേ നിഷേധിക്കപ്പെടാൻ ഒന്നാണ് യഥാർത്ഥത്തിൽ ഇതിനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ വിമർശിച്ചത് തെറ്റായി പോയി എന്ന രീതിയിൽ ജില്ലയിലെയും കേരളത്തിൽ വളരെ പ്രഗത്ഭരായ ആളുകളുടെ ഒപ്പ് സമാഹരിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ പ്രസ്താവന എന്ന രീതിയിൽ പത്രങ്ങൾ വന്നു. തീർച്ചയായിട്ടും ഇത് തരത്തിലുള്ള സംഗതി നമ്മൾ തന്നെ അറിയാതെ ഇന്റർനൈസ് ചെയ്യുന്ന സാംസ്കാരിക ഫാസിസത്തിന്റെ ചില ചെറിയ സൂചനയാണ്. ബാലേന്ദ്രൻ വടക്കേടത്തിനെ, സുകുമാർ അഴീക്കോടിനെ വിമർശിക്കാനായിട്ടുള്ള വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ട് സാംസ്കാരിക പ്രവർത്തകർ, ഞാൻ വളരെ നിർലജ്ജം തല കുലിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, അതിൽ ഒപ്പിട്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഇനി ഒരിക്കലും ഞാൻ അത്തരത്തിലുള്ളതായ ഒപ്പിടൽ നടത്തില്ല. ലോകം ഇന്ന് ഒരു യുദ്ധത്തിലാണ്. നമ്മൾ കാണുന്ന യുദ്ധം തന്നെ മാർക്കറ്റോ ആഗോളവൽക്കരണമോ അങ്ങനെയുള്ള യുദ്ധം തന്നെ. ഭാവനയ്ക്കെതിരെ ഒരു ലോകം നമ്മളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നന്ദൻ നിലയ്ക്കരി എന്ന് പറയുന്ന ഇൻഫോസിസിന്റെ വലിയൊരാളെ നിയമിച്ചിട്ടുള്ളത് രാജ്യത്തിലെ ഓരോ പൗരന്റെയും A to Z വിവരം ശേഖരിക്കാനാണ്. നിങ്ങളുടെയും എന്റെയും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ എവിടെയാണെന്നുള്ള വസ്തുത വരെ ഒരു ഈ പറയുന്ന ടെക്നോളജിക്കൽ റെവല്യൂഷനും ഈ പറയുന്ന ഒരു കേന്ദ്രീകൃത ഭരണകൂടവും തമ്മിൽ ചേർന്നാൽ ഉണ്ടാകുന്ന ഒരു ഫാസിസത്തിനെ നമ്മുടെ നിലവിലിരിക്കുന്ന ഒരു ഐഡിയോളജി കൊണ്ടും വിവരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സംഗതിയാണ്. ഇതിനെയാണ് ആർട്ട് പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്.
ജ്വലിക്കുന്ന ഒരു നക്ഷത്ര ജന്മമാണ് എന്റേതെന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. 1000 സൂര്യതാപം പോലെ ഉള്ളം മുരുകി തിളയ്ക്കുന്നതു മാത്രം നിങ്ങൾക്കു സമ്മതിക്കാനാവില്ല. ജീവിതം കടഞ്ഞ കവിതയിൽ ഇളനീരും നിലാവുമാണ് ഉറവിയെടുക്കുന്നതെന്ന് നിങ്ങൾക്കു പറയാം. എന്താണ് സ്വാതന്ത്ര്യം? ആർക്കാണ് സ്വാതന്ത്ര്യം? എന്തിനാണ് സ്വാതന്ത്ര്യം? ഞങ്ങൾ ഈ ശക്തൻ സ്റ്റാൻഡിൽ ഓടിക്കുന്ന ഡ്രൈവർമാരാണ്. 10-200 പേര് പണിയുന്ന സ്റ്റാൻഡാണ് ഇവിടെ. അതിൽ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കും. ഈ അടുപ്പിൻ്റെ സൈഡിൽ നിന്നാണ് ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്നത് പോലും. ഈ പുഴുക്കൾ മുഴുവൻ ഞൊളഞ്ഞ് വരുന്നത് ഞങ്ങളുടെ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്കാണ്. ഇതിന് ഈ അധികാരികളൊന്നും ഒരു കാര്യവും ചെയ്യണില്ല. ഒരു 200 പേരോളം ഒപ്പിട്ട് കൊടുത്തു, പലവട്ടം കൊടുത്തു. ഈ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച കൊടുത്തു. അതിന് ഓരോ ഉന്നതർക്ക് കാശ് കൊടുക്കേണ്ടവര് ഒരു സമൂഹത്തിന് എല്ലാ സമയത്തും ഈ മനുഷ്യൻ ആരെങ്കിലും ഒക്കെ തന്നെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് മനുഷ്യന്റെ ഒരു ദൗർബല്യമാണ്. എല്ലാവരും സ്വയം നയിക്കുന്നതായ സമൂഹത്തിൽ ഉണ്ടാവുകയില്ല. നോബൽ സമ്മാനം കിട്ടിയ വിസ്ലോവ സിംബോസ്കിയുടെ കവിതയാണ്. അതിന്റെ പേര് പീഡനങ്ങൾ. ഒന്നും മാറിയിട്ടില്ല. ഇപ്പോഴും ശരീരം വേദനയുടെ സംഭരണി തന്നെ. അതിന് തിന്നണം, ശ്വസിക്കണം, ഉറങ്ങണം. അതിന് കനം കുറഞ്ഞ ഒരു ആവരണമേ ഉള്ളൂ. തൊട്ടു താഴെ ഒഴുകുന്ന രക്തവും പല്ലുകളുടെയും നഖങ്ങളുടെയും ഇത്തിരി കനത്ത താടനത്താൽ അതിന്റെ എല്ലുകൾ തകർക്കാം. ആ സന്ധികളാകട്ടെ വലിച്ചു നീട്ടാം. പീഡനങ്ങളിൽ ഇതെല്ലാം പരിഗണിക്കപ്പെടും. ഒന്നും മാറിയിട്ടില്ല. ശരീരം പണ്ട് വിറച്ച പോലെ ഇപ്പോഴും വിറയ്ക്കുന്നു. റോം കണ്ടുപിടിച്ചതിന് മുമ്പ് അതെന്തായിരുന്നു, ശേഷവും അങ്ങനെ തന്നെ. 12-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന് മുമ്പും എപ്പോഴും അത് അങ്ങനെ തന്നെ. പീഡനങ്ങളും അങ്ങനെ തന്നെ. അത് ചുരുങ്ങിപ്പോയ ഒരു ഭൂമിക. ചുമരിന്റെ അപ്പുറത്ത് എല്ലാം ശരി തന്നെ. ഒന്നും മാറിയിട്ടില്ല. കുറെ കൂടി മനുഷ്യർ ഉണ്ടായിട്ട് മാത്രം. പഴയ ആക്രമണങ്ങൾക്ക് പകരം പുതിയവ നിലവിൽ വന്നു എന്ന് മാത്രം. ഒന്നും മാറിയിട്ടില്ല. രീതികൾ, ആചാരങ്ങൾ, നൃത്തങ്ങൾ എന്നിവയല്ലാതെ. തല സംരക്ഷിക്കാൻ കൈകൾ കുതിക്കുന്നത് പണ്ടത്തെ പോലെ തന്നെ. ശരീരം ചുരുളുന്നു, ഇഴയുന്നു, ഓടി അകലാൻ ആഗ്രഹിക്കുന്നു. പറ്റാതാകുമ്പോൾ അത് വീർക്കുന്നു, ചോര കത്തുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഞാൻ ചിലതെല്ലാം മനസ്സിലാക്കി, കണ്ടു, കണ്ടറിഞ്ഞു, തൊട്ടറിഞ്ഞു. തെരുവ് എല്ലാം തുറന്നു വെക്കുമ്പോഴും ചുമരുകൾ പലതും മറച്ചു പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിൻ്റെ വാക്കുകളുടെ പൊരുൾ തേടി ഇന്നു രാത്രി ഞാൻ തെരുവിൽ അന്തിയുറങ്ങാൻ തീരുമാനിച്ചു. ഒരു ദിവസമെങ്കിലും തെരുവിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ട് എനിക്ക് പ്രതികരിക്കണം, എന്നെ തിരിച്ചറിയണം. ഈ നഗരം എന്നെ പുതിയ ഒരു മനുഷ്യനാക്കിയിരിക്കും. ഒരു അനീതിക്കെതിരെ ഒരു ചെറുവിരലെങ്കിലും മറക്കിയിരുന്നെങ്കിൽ, 1,00,000 ചെറുവിരലുകൾ ചൂണ്ടാണി വിരലുകൾക്കൊപ്പം വായുവിൽ ഉയർന്നിരുന്നുവെങ്കിൽ മുഴുവൻ ഞങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കണം.
നിനക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങുക, ഇല്ലെങ്കിൽ മരിക്കുക. അനുഭവം കടഞ്ഞെടുത്ത തീ ഹൃദയത്തിൽ കനലായി കിടക്കുന്നത് മാത്രം നിങ്ങൾക്ക് സമ്മതിക്കാനാവില്ല. ഇന്നു ഞാൻ ഹിമകണം പോലലിയുന്ന സ്നേഹവും വാത്സല്യം പുഷ്പിക്കുന്ന സ്നേഹവും കൈവശം വച്ച കുറ്റത്തിന് കാലം കഴിവേറ്റിയ ഒരു പാഴ് ജന്മം പുതിയ ലോകത്തിന്റെ പുതിയ മനുഷ്യനാക്കി എന്നെ പുതുക്കി പണിയാൻ കാലത്തിന്റെ മഹാശില്പിയെ ഞാൻ കാത്തു നിൽക്കുന്നു. സൂര്യൻ ഉദിച്ചു, അസ്തമിച്ചു. ഈ നഗരം പതിവ് പോലെ വീണ്ടും ഉണരുകയാണ്. അതിൻ്റെ പൊള്ളയായ വാഗ്ദാനങ്ങളിലേക്ക്, മിനുമിനുപ്പിലേക്ക്, പളപളപ്പിലേക്ക്, വിഭ്രാന്തിയിലേക്ക്, വിയർപ്പിലേക്ക്, മത്സരത്തിലേക്ക്, പട്ടിണിയിലേക്ക്, ഭീകരതയിലേക്ക്. എന്നാണ് ഈ സാംസ്കാരിക ജീർണതയ്ക്ക് ശാശ്വത പരിഹാരമുണ്ടാവുക? സാംസ്കാരിക നഗരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതറിയുന്നതുവരെ ബാഹ്യവും ആന്തരികവുമായ സൗന്ദര്യ സങ്കല്പം, പരസ്പരം സൗഹൃദം സ്ഥാപിക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് പ്രതീക്ഷയുടെ കാത്തിരിപ്പ് തുടരാം. അന്യന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്നൊരു നാൾ വരും എന്ന് സ്വപ്നം കാണുകയെങ്കിലും ചെയ്യാം. അതുവരെ ഈ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഈ യാഥാർത്ഥ്യങ്ങളെ മാറ്റിമറിക്കുന്നതിനായുള്ള സുഹൃത്തുക്കളുടെ സംഘം ചേർന്നുള്ള പ്രവർത്തനങ്ങളിൽ പതിവ് പോലെ കണ്ണിചേരുക. അലസന്റെ മനസ്സ് ചെകുത്താന്റെ പണിപ്പുരയാണെന്നുള്ള പഴമൊഴി മനസ്സിലുരുവിട്ട് ഈ നഗരക്കാഴ്ചകളിലേക്ക് പഞ്ചേന്ദ്രിയങ്ങൾ തുറന്നു വയ്ക്കുക.